Hi, welcome back to our channel fscookeryvlogs. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പെപ്പർ ചിക്കൻ ഡ്രൈ ഫ്രൈ ആണ്. അടിപൊളിയായിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പാത്രം അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ജീരകം, അതുപോലെ ഫെനൽ സീഡ്സ് പെരിഞ്ജീരകം, അതുപോലെ തന്നെ പെപ്പർ ഇത്രയും കൂടി ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് റോസ്റ്റ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കും, എന്നിട്ടൊന്ന് പൊടിച്ചെടുക്കുവേ. അപ്പോൾ അതവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി വേറൊരു പാത്രം അടുപ്പിലോട്ട് വയ്ക്കുക. അതിലേക്ക് ഞാൻ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഈ ഡിഷിൻ്റെ ഏറ്റവും പ്രത്യേകതയുള്ളത് അതാണ് കേട്ടോ. അപ്പോൾ നല്ലെണ്ണയിലാണ് ചെയ്തെടുക്കുന്നത്. ഇതിലേക്ക് കുറച്ച് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് അതിൽ നിന്ന് കോരി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ആ എണ്ണയിലേക്ക് തന്നെ കുറച്ച് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മൂത്ത് വരുന്ന ടൈമിൽ ഞാനിവിടെ 30 കൊച്ചുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് വാടി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കുറച്ച് കറി ലീവ്സും കൂടി ഇട്ട് കൊടുക്കുക. ഇതിൽ ഒരുപാട് കറി ലീവ്സ് ഇടുന്നുണ്ട് കേട്ടോ. അതാണ് ഇതിനകത്തുള്ള ഫ്ലേവർ കൂട്ടുന്നത്. അപ്പോൾ അത് എല്ലാം കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഉള്ളി മൂക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഉള്ളി മൂത്ത് വരുന്ന ടൈമിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് 1 മുതൽ 1.5 ടീസ്പൂൺ വരെ ആകാം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന ടൈമിൽ തന്നെ നമുക്ക് ഇതിനകത്ത് ആവശ്യമുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, ഗരം മസാല, അതുപോലെ തന്നെ ഇനി നമുക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ. മുളക് പൊടി ഓപ്ഷണലാണ്. ഞാനിവിടെ 1/2 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആദ്യമേ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു മസാല ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് കറി ലീവ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന 1/2 കിലോളം വരുന്ന ചിക്കൻ്റെ പീസുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മസാല എല്ലാ വശത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോഴേക്കും ചിക്കനിലുള്ള വെള്ളമൊക്കെ ഊറി വന്നിട്ടുണ്ടാവും. അപ്പോൾ ഒന്ന് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് കുറച്ച് കറി ലീവ്സും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് വീണ്ടും ഒന്ന് മൂടി വെച്ച് കൊടുക്കണേ. അപ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ വെള്ളം മുഴുവനും ചിക്കനിൽ നിന്ന് ഊറി വന്നിട്ടുണ്ടാവും കേട്ടോ. ചിക്കനിൽ മാക്സിമം വെള്ളം ചേർക്കാതെ തന്നെ കുക്ക് ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ആ വെള്ളം ഊറി വന്നിട്ടുണ്ട് ചിക്കനിൽ നിന്ന്. അപ്പോൾ ഈ വെള്ളത്തിൽ കിടന്ന് തന്നെ നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് നല്ല മൊരിഞ്ഞ് വരട്ടെ. അതുവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ നല്ല രീതിയിൽ കുക്കായിട്ടുണ്ട്, നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ കുറച്ച് പെപ്പർ പൗഡറും കറി ലീവ്സും മല്ലിയിലയും കൂടി തൂകിയിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പെപ്പർ ചിക്കൻ ഡ്രൈ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം കേട്ടോ. നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.